Watch full episodes on Jio Hotstar. അങ്ങനെ ഒരു വിധത്തിൽ സമൂസ കട കണ്ടുപിടിച്ചു. ചേട്ടാ 4 ചോള ഭട്ടൂര പിന്നെ കുറെ സമൂസയും തരൂ. അയ്യോ സോറി എന്റെ സമൂസ റെഡി ആയിട്ട് വരുന്നുണ്ടല്ലോ. ഓയ് എന്നാ ചേട്ടന്മാരെ ചൂട് ചോളെ ഭട്ടൂരെ. ഹായ് എന്ത് നല്ല മണം. എന്റെ ചേട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഒരു 10 രൂപ സമൂസ ഇങ്ങോട്ട് എടുക്ക്, പെട്ടെന്നാവട്ടെ. 10, 20? എടോ എന്റെ ഒരു 10 സമോസ പോലും തനിക്ക് കഴിക്കാൻ സാധിക്കില്ല. എന്റെ പൊന്ന് ചേട്ടാ ഞാൻ 20, 30, 40 സമൂസ വരെ കഴിക്കും. 20, 30 ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്റെ സമോസ ഞാൻ അങ്ങോട്ട് ഫ്രീ ആയിട്ട് എഴുതി തള്ളും. മറിച്ച് താൻ 20 സമോസ കഴിച്ചില്ലെങ്കിൽ ഞാൻ അതിന്റെ 40 ഇരട്ടി പൈസ തന്നോട് ഞാൻ വാങ്ങും. ഓയ് എന്തു പറ്റി? ഒന്നുമില്ല, അതിശയമായിട്ടുണ്ട്. ഓക്കെ ഞാനിതിന് സമ്മതിക്കുന്നു. ഇത് നോക്ക് ചേട്ടാ, വിട്ടേക്ക്. എന്തിനാ വെറുതെ മോട്ടുവിനോട് മത്സരിക്കുന്നേ? ഇവൻ എത്ര സമൂസയാണ് കഴിക്കുന്നത് അതിന്റെ പൈസ ഞങ്ങൾ തരാന്നേ. ഏയ് ഇല്ല, ഇനി ഞാൻ വെച്ച പന്തായം തിരിച്ചെടുക്കുന്നില്ല. ഒരു പ്രാവശ്യം പന്തായം വെച്ചതാ. ദേ ഞാൻ നിങ്ങൾക്ക് സമോസ എടുത്തോണ്ട് വരാം. എന്താ ചേട്ടാ ഇത് വലിയ പാത്രത്തിൽ അടുക്കി കൊണ്ടുപോവാ. ഈ ചെറിയ പാത്രത്തിൽ കൊണ്ടുവന്നാൽ ഞാൻ എങ്ങനെയായി കഴിക്കുന്നത്? അവസാനം നിങ്ങൾ സമൂസ കൊണ്ടുവന്ന് തളർന്നു പോകും ചേട്ടാ. അത് കറക്റ്റാ. കൊണ്ടിരുന്നു കൊണ്ടുപോ ചേട്ടാ, പെട്ടെന്ന് കൊണ്ടുപോ ചേട്ടാ, ഇത് തീർന്നുപോയി. അല്ല ഇയാള് നിർത്തണ യാതൊരു അടയാളവും കാണുന്നില്ലല്ലോ. ഇനി സമൂസ കൊണ്ടുപോ ചേട്ടാ, പെട്ടെന്നാവട്ടെ. വേറെ സമോസ ഉണ്ടാക്കും. പക്ഷേ അയ്യോ സമൂസ കൊണ്ടുപോ. ബിട്ടു സർ, സമോസയ്ക്ക് വേണ്ടി എല്ലാം കാലിയായി. ഇനി സമോസ ഉണ്ടാക്കാൻ വഴിയില്ല. എന്നാ പിന്നെ കടയിൽ പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. അയ്യോ ഞാനിന്ന് നഷ്ടം സഹിക്കേണ്ടി വരുമല്ലോ. ഞാൻ പഞ്ചായത്തിന് തോറ്റു സാറേ. എനിക്കിത് നിങ്ങളെ ഇങ്ങനെ തീറ്റിപ്പോറ്റാൻ പറ്റില്ല. ശരി, ഞങ്ങളിപ്പോ നിങ്ങൾക്ക് എത്ര കാശാ തരേണ്ടത് അത് ആദ്യം പറയേ. കാരണം മോട്ടു എത്ര സമൂസ കഴിച്ചെന്ന് ഞങ്ങൾ എണ്ണിയില്ല. അങ്ങനെയല്ല, അതിനൊരു കുഴപ്പമില്ല. ഇയാളുടെ വയറ് വലുതാണെങ്കിൽ ബിട്ടു പഞ്ചാബിയുടെ മനസ്സും വളരെ വലുതാ. റീല് കഴിപ്പിക്കാന്നുള്ള ഒരു പന്തയം വെച്ചിരുന്നു. അതൊരു തെറ്റല്ല. കാരണം നിങ്ങളെ പോലെ ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടുമുട്ടുന്നത്. നിങ്ങളെ കണ്ടുമുട്ടിയതിൽ എനിക്ക് അതീവ സന്തോഷമുണ്ട് സാറേ. താങ്ക് യു. അനിമൽ ഗ്യാങ് വന്നോണ്ടിരിക്കുന്നു. ഈ അനിമൽ ഗ്യാങ് എപ്പോ വന്നാലും കൊള്ളയടിക്കാനായിട്ടാണ് വരുന്നത്. അയ്യോ അവര് വന്നേ, ഓടിക്കോ. മര്യാദക്ക് എല്ലാ പൈസയും ഞങ്ങളുടെ കയ്യിലേക്ക് തന്നേക്ക്. തന്നേക്കാം. ഇതാ എടുത്തോളൂ. ഓടിക്കോ. സിംഗത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അറിയാമല്ലോ, എംപോസിബിള്. എന്റെ അമ്മ. മമ്മി, എന്തായി നോക്കി നിൽക്കുന്നത്? നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി പകരം വീട്ടോ. മമ്മി
എന്താ നിങ്ങൾ എല്ലാരും ഇങ്ങനെ നിന്നിട്ട് കാഴ്ചയെ കണ്ടോട് നിൽക്കുകയാണോ? പോയി അവരെ പിടിക്കാൻ നോക്ക്. നിങ്ങൾ എന്താ അവരെ ഒന്നും മടിക്കാതെ വിട്ടത്? അവര് അനിമൽസ് അല്ലേ? അനിമൽസെ ഞാൻ തല്ലാറില്ല, ഞാൻ അവരെ പിടിക്കാൻ ശ്രമിക്കുകയുള്ളൂ. അവര് അനിമൽസിന്റെ വേഷം ഇട്ടുകൊണ്ട് വന്ന് കൊള്ളയടിക്കായിരുന്നു. അനിമൽസ് എങ്ങനെ രണ്ടു കാലിൽ നടക്കുന്നേ? ശരിയാ, സോറി, ഞാനതൊക്കെ മറന്നുപോയി. നീ ആ കടയിലിരുന്ന സമൂസ മൊത്തം വലിച്ചു കയറ്റിയതല്ലേ, പിന്നെന്താ ഫൈറ്റ് ചെയ്തില്ല? ഓ അത് ശരിയാണല്ലോ, ഞാൻ അതൊക്കെ മറന്നുപോയി പതലു. ജോണാകാൻ പോകുന്നു ഡോൺ, ജോണാകാൻ പോകുന്നു ഡോൺ. ഇന്ന് ഞാനേ വളരെ സന്തോഷത്തിലാണ്. ജോൺ പറയൂ, മാസ്ക് ജോലി ചെയ്തോ ഇല്ലയോ? ആനിമൽ പവർ വന്നോ അതോ ഇല്ലയോ? നിങ്ങൾ തന്ന മാസ്ക് അതിന്റെ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്തു. പക്ഷെ മൂട്ടും പത്തിലും ഇപ്പൊ ഇവിടെ വന്നിരിക്കുക. അതുകൊണ്ട് ഇനി എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. സൂപ്പർ ബോസ്, സൂപ്പർ. നിങ്ങളുടെ കവിത അടിപൊളിയായിരുന്നു. കവിതയുടെ കാര്യം അങ്ങ് വിടറാ. ഞാൻ എത്ര പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞോണ്ടിരിക്കുന്നേ. ഇനി വരാൻ പോകുന്നത് ആലോചിക്കുമ്പോഴാ എന്റെ കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങുന്നടാ. ആ ആളുകളെ പിടിക്കാൻ നമുക്ക് ശരിയായ ഒരു പദ്ധതി ഒരുക്കിയേ മതിയാകൂ. എന്റെ ചങ്കേന്റെ ബ്രോ, ഞാൻ എല്ലാ ബാങ്ക്സിന് പുറത്തും ലേസർ ബീംസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഏത് ബാങ്കിന്റെ ഷട്ടർ തുറന്നാലും അത് ആദ്യം നമുക്ക് ഇൻഫർമേഷൻ തരും. ഇങ്ങോട്ട് നോക്കൂ ചേട്ടാ, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ സമൂസ ഉണ്ടാക്കാൻ തുടങ്ങിക്കോ. കാരണം അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നമുക്ക് പവർ ഒരുപാട് അത്യാവശ്യമാണ്. ഓ തീർച്ചയായും സാറേ, നിങ്ങൾ എപ്പ വേണമെങ്കിലും പറഞ്ഞാ മതി. ഞാൻ ഉടനെ നിങ്ങളുടെ വിളിപ്പുറത്ത് എത്തില്ലേ? എന്റെ ചങ്കേന്റെ ബ്രോ, നമുക്ക് ആദ്യം പോകണം. അവരെവിടെയും മോഷ്ടിക്കാൻ തുടങ്ങിയിരിക്കുക. മോട്ടു നിൽക്ക, അവിടെ നിൽക്ക. എന്റെ മോട്ടു, നീ ഒന്ന് നിൽക്കുന്നുണ്ടോ? മോട്ടു, എന്താ പ്രശ്നം? മോട്ടു ഫ്ലൈയിങ് ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്നേ. അയ്യോ ഞാൻ പോണേ. സോറി. ശരിയെ പത്തില് എനിക്ക് കുറച്ച് ആവേശം കൂടി പോയി. ഇനി പോകാം. മര്യാദയ്ക്ക് നിങ്ങളെല്ലാരും സറണ്ടർ ആവുന്നത് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഞാൻ ഇടിച്ച് പഞ്ചറാക്കി ചമ്മന്തിയാക്കി ചുട്ടുകളയും ഞാൻ. ഹലോ, വേഗം സമൂസ കൊണ്ടുവരൂ. ഓയ് സോറി സാർ, ഗ്യാസ് തീർന്നു പോയായിരുന്നു. ഞാൻ സിലിണ്ടർ ചേഞ്ച് ചെയ്യായിരുന്നു. എന്ത്, ഗ്യാസ് തീർന്നു എന്നോ? ഇവിടെ ഞങ്ങളുടെ പണി തീരുമെന്നാ തോന്നുന്നേ. സമൂസ എപ്പോഴാ കൊണ്ടുവരിക? അയ്യോ രക്ഷിക്കണേ. അയ്യോ മര്യാദക്ക് നിർത്തിക്കോ. എന്റെ അമ്മ വഴി മാറ്. എന്താ പറ്റിയ ഇവര് കൊള്ളക്കാരല്ലേ? അല്ല ചേട്ടാ, ഈ സമൂസയൊക്കെ ആരാ ഇവിടുന്ന് കൊണ്ടുപോകുക? അല്ല, ഈ സമോസ നമ്മളെ ഡ്രോണിൽ അങ്ങോട്ട് അയക്കില്ലേ? എന്റെ കൂട്ടുകാരെ അടിക്കാൻ മാത്രമുള്ള ധൈര്യം നിനക്കായോ? ഇനി ഒരൊറ്റ ഒരിടത്തിനെ ഞാൻ വെറുതെ വിടില്ല. ഇതാ പിടിച്ചോ. സമൂസ
എന്താ ഇനി ഒരൊറ്റ ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. ഏ ജോൺ നിക്ക്, ഫുർഫുരെ നഗരമാണ് സത്യം. ഞാൻ നിന്നെ പിടിച്ചിരിക്കും. ചിങ്ങം സാർ എന്ത് അനിയായത്? ഓയ് താങ്ക് യു മോട്ടു പത്ലുജി. നിങ്ങൾ ഈ അനിമൽ ഗാംഗുകാരെ പിടിക്കാൻ സഹായിച്ചല്ലോ. ഇവര് ഞങ്ങൾക്കൊരു തലവേദന തന്നെയായിരുന്നു. അതെ സാറേ, ഇവന്റെ പേര് ജോൺ എന്നാണ്. ഫുർഫുറി നഗരത്തിലെ ഒരു ചെറിയ കള്ളനാ. ഇവരെ ആദ്യം മനസ്സിലായിരുന്നെങ്കിൽ എപ്പോഴും പിടിച്ച സാറിന്റെ മുന്നിൽ സറണ്ടർ ആക്കിയാണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.